അപ്പോൾ ഓൺ ആക്കുമ്പോഴത്തേന് പ്രോഗ്രാം ഒന്നാണ്. അത് നോർമൽ വാഷാണ്, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന വസ്തുങ്ങൾ അലക്കാനുള്ളത്. അപ്പോൾ ഇവിടെ 4 ലൈറ്റ് കാണിക്കുന്നുണ്ട്. ഈ ലൈറ്റൊക്കെ അതിൻ്റെ വർക്കിംഗ് ആണ്. സോക്ക്, വാഷ്, റീസർ ഫുൾ ഡ്രൈ ആയിട്ടാണ്. ഓരോ ഫംഗ്ഷൻ നടക്കുമ്പോൾ ഓരോ ലൈറ്റ് ഇവിടെ ബ്ലിങ്ക് ആവും. നമുക്ക് മനസ്സിലായി. ഇപ്പോൾ ഈ സോക്കിംഗ് എന്നുള്ള വെള്ളത്തിൽ കുതിർത്തിരുന്ന ടൈമാണ്. ഇടയ്ക്ക് വർക്ക് ചെയ്യും, ഇടയ്ക്ക് വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കും. ടൈം ഓട്ടോമാറ്റിക് കുറയും. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, അതന്നെ ഓട്ടോമാറ്റിക് ചെയ്യും. ഇപ്പോൾ ഓണാക്കി ഇവിടെ P1 വരും. പിന്നെ 1 മുതൽ 12 വരെ പ്രോഗ്രാം ഉണ്ട്. അതിൽ നമുക്ക് പ്രോഗ്രാം സെലക്ട് ചെയ്യാനുള്ള ബട്ടനാണത്. ഇന്നൊക്കെ കഴിഞ്ഞാൽ P2 എന്ന് കാണിക്കും. ഹെവി ജീൻസ് അങ്ങനത്തെ കട്ടി കൂടിയ വസ്തുക്കൾ അലക്കാനുള്ളത്. P3 ഡെലിക്കേറ്റ് സിലിക്ക് ഐറ്റംസ്, പോളിസ്റ്റർ എന്നിവ ഡ്രസ്സുകൾ. P4 വൈറ്റ് വെള്ളവസ്ത്രം മാത്രം. അതിൽ നമുക്ക് ഓട്ട് വാഷ് സെപ്പറേറ്റ് ഓട്ടോമാറ്റിക് തന്നെ സെലക്ട് ആവും, നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അതിൻ്റെ ടൈമിന് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. P5 സ്റ്റെയിൻ വാഷ്, കൂടുതൽ കറകൾ ഡ്രസ്സ്. P6 ആൻറ്റി ബാക്ടീരിയ, ഹോസ്പിറ്റലിൽ മരുന്ന് കാര്യങ്ങൾ ഡ്രസ്സുകളാണ് പോലെ ഒന്ന് പൊയിങ്ങെടുക്കണമെങ്കിലൊക്കെ ഇത് ചെയ്യാം. P7 വുളൻസ് ബ്ലാങ്കറ്റ്. P8 ബെഡ്ഷീറ്റ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. P9 എക്കോ വാഷാണ്, നമ്മൾ കറണ്ട് ബില്ല് കുറയും ചെയ്യും, കുറച്ച് വെള്ളത്തിൽ വാഷിംഗ് ഉണ്ടാവും. P10 റിൻസ് പ്ലസ് ഡ്രൈ. അഡീഷണൽ ആയിട്ട് നമുക്ക് പുറത്തുനിന്ന് വാഷ് ചെയ്യുകയാണെങ്കിൽ ഒലുമ്പലും ഉണക്കലും മാത്രം മതി. P11 ഡ്രൈ, ഉണക്കാൻ മാത്രം. പിന്നെ നിങ്ങൾ കറണ്ട് ബില്ല് കൂടെ തന്നെ ഈ പവർ ഡ്രൈ ഇതൊക്കെ ചെയ്യുമ്പോൾ കേട്ടോ കൂടുതൽ 30 മിനിറ്റ് ഒക്കെ ഡ്രൈ ചെയ്യാനുണ്ടോ, ഒന്നും ആവശ്യമില്ല. നോർമൽ തന്നെ എപ്പോഴും ചെയ്താൽ മതി. ഡ്രൈ ചെയ്യുന്നു. പിന്നെ P12 പറഞ്ഞാൽ വാഷ് ഓൺലി, അലക്കൽ മാത്രം. ഇതിലിപ്പോൾ ഈ 2 ലൈറ്റ് കാണിക്കുള്ളൂ. അതിൽ സോക്ക്, വാഷ് അതുണ്ടാവില്ല. അതിൽ ഈ 12 യൂസ് ചെയ്യുമ്പോൾ വാഷ് ഓൺലിയാണ്, അലക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പുതിർത്തിടലും അലക്കലും. ഇതിൽ നമ്മൾ ഓണാക്കി സ്റ്റാർട്ട് എടുത്ത് ഞാൻ വാഷ് കഴിഞ്ഞ മെഷീൻ വെക്കും, വെള്ളം അതിൽ തന്നെ കെട്ടി കിടക്കും. ഡ്രസ്സ് എടുത്തതിന് ശേഷം ഈ ഡ്രൈ എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അതിലിട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യും, അപ്പോൾ വെള്ളം ഔട്ടാവും. വാഷിങ് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയില്ലേ? പിന്നെ ഇതിൽ എക്സ്പ്രസ് വാഷ് എന്നുള്ള ബട്ടുണ്ട്. ചെറിയ ഡ്രസ്സുകളൊക്കെ നമുക്ക് പെട്ടെന്ന് വാഷ് ചെയ്ത് കിട്ടണമെന്നില്ലേ, അപ്പോൾ മെഷീൻ ഓൺ ആക്കുക, സ്റ്റാർട്ട് അടിക്കുന്ന മുന്നേ ഈ ബട്ടൺ പ്രസ് ചെയ്യുക, സ്റ്റാർട്ട്. കുറച്ച് ടൈം വ്യത്യാസം ഉണ്ടാവും, വേഗം കഴിയുന്നു. കുറച്ച് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ മാറ്റം ഉണ്ടാവും. പിന്നെ ഒന്ന് ചൂടുവെള്ളം വേണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഓൺ ആക്കിയിട്ടേ ഈ ബട്ടൺ പ്രസ് ചെയ്യുക, വാമെന്ന് കാണിക്കും, നേരെ ചൂടുണ്ടാവും. ഹോട്ട് അത് ആവശ്യമെങ്കിൽ ചെയ്യുക, എന്നിട്ട് സ്റ്റാർട്ട് കൊടുക്കുക. ഹോട്ട് വാഷ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കേട്ടോ. ഇതൊക്കെ ചെയ്യണമെങ്കിൽ ആദ്യം ഇത് ഞെക്കിയിട്ട് സ്റ്റാർട്ട് അടിക്കുക. പിന്നെ നമുക്ക് പവർ ഡ്രൈ, ജെന്റലി ഇത് എക്സ്ട്രാ ഡ്രൈ തന്നെ കൂടുതൽ ചെയ്യുകയാണെങ്കിൽ പവർ ഡ്രൈ 30 മിനിറ്റ് ഉണ്ടാവും. അതൊക്കെ അങ്ങ് ആവശ്യത്തിന് മാത്രം ചെയ്താൽ മതി, നോർമലി ചെയ്യും. പിന്നെ ഹാർഡ് ഇവിടെ വെള്ളം കട്ടി കൂടുതലാണെന്നില്ല. ക്ലിയർ ആയില്ലേ? പിന്നെ ചോദിക്കട്ടെ, പോളിസ്റ്ററും കോട്ടണും ഒപ്പം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല? ഇല്ല, പ്രശ്നമൊന്നുമില്ല. മിക്സ്ഡ് ആയിട്ടാണ് ഈ മിക്സ്ഡ് ആണ്. പിന്നെ ഈ പറഞ്ഞ ഈ വോൾട്ടേജ് കറണ്ട് കുറയണ കുറച്ച് ഡ്രസ് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതിലിട്ടാൽ മതി, കുറച്ച് വെള്ളത്തിൽ വാഷ് ചെയ്യാം. ചെറിയ കുട്ടികൾ മാത്രമാണെങ്കിൽ ജീൻസ് 4-5 ജീൻസിന്റെ മുകളിൽ കട്ടി കൂടുതലാണെങ്കിൽ നമുക്ക് ഹെവിയിലേക്ക് ഇട്ടുകൊടുക്കാം. 5 ജീൻസിന്റെ നോർമൽ ആയിട്ട് നമ്മൾ പവർ ഡ്രസ് ഇട്ടെടുത്ത് കൈ കൊണ്ട് എല്ലാ ഭാഗത്തേക്കും ലെവലാക്കി ലിക്വിഡ് ആയിട്ട് ഉള്ളിൽ ഒഴിച്ചെടുത്ത്